യുദ്ധഭൂമിയിൽ വിശ്വാസം ജ്വലിപ്പിച്ച് ദിവ്യകാരുണ്യ ഈശോ. ലെബനനിൽ യുദ്ധത്തിൽ തകർന്ന സെന്റ് ജോർജ് പള്ളിയിൽ 47 ദിവസങ്ങൾക്ക് ശേഷവും തിരുവോസ്തി അഴുകാത്ത നിലയിൽ കണ്ടെത്തി. 2026 ഏപ്രിലിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ട സംഭവം ദിവ്യകാരുണ്യത്തിലെ ക്രിസ്തുവിന്റെ ജീവിക്കുന്ന സാന്നിധ്യത്തെക്കുറിച്ചുള്ള ശക്തമായ സാക്ഷ്യമായി മാറുകയാണ്. പ്രാദേശിക സംഘർഷങ്ങൾക്കിടയിൽ കേടുപാടുകൾ സംഭവിച്ച ടെബ്നൈനിലെ സെന്റ് ജോർജ് പള്ളിയിലെ തന്റെ ഇടവക ദേവാലയത്തിലേക്ക് ഫാദർ മാരിയൂസ് ഖൈറല തിരിച്ചെത്തിയപ്പോഴാണ് സംഭവം പുറം ലോകമറിഞ്ഞത്. തകർന്നടിഞ്ഞ ദേവാലയത്തിലെ സക്രാരിക്കുള്ളിൽ ചുറ്റുപാടുമുള്ള സാഹചര്യങ്ങൾ വളരെ മോശമായിരുന്നിട്ട് കൂടിയും തിരുവോസ്തി യാതൊരുവിധ കേടുപാടുകളും കൂടാതെ അഴുകാത്ത നിലയിൽ കണ്ടെത്തിയത് ഒരു പുരോഹിതനെന്ന നിലയിൽ തന്നെ സംബന്ധിച്ചിടത്തോളം ആഴമായ ആത്മീയ അർത്ഥം നൽകിയതായി ഫാദർ മാരിയൂസ് പറഞ്ഞു. യേശു നമുക്കുവേണ്ടി കാത്തിരിക്കുകയായിരുന്നുവെന്നും വിശദീകരണം ശാസ്ത്രപരമല്ല വിശ്വാസപരമെന്നും ഫാദർ മാരിയൂസ് ഖൈറല പറഞ്ഞു. കഷ്ടപ്പാടുകൾക്കിടയിലും പ്രത്യാശയുടെയും ദൈവസാന്നിധ്യത്തിന്റെയും അടയാളമായി ഈ സംഭവത്തെ അദ്ദേഹം വിശേഷിപ്പിച്ചു. ക്രിസ്തുവിന്റെ യഥാർത്ഥ സാന്നിധ്യമെന്ന നിലയിൽ കത്തോലിക്ക വിശ്വാസത്തിന്റെ കേന്ദ്രമായ ദിവ്യകാരുണ്യം ഈ നിമിഷത്തിൽ ശാന്തവും എന്നാൽ ശക്തവുമായ ഒരു സാക്ഷ്യമായി മാറി. നാശനഷ്ടങ്ങളും അനിശ്ചിതത്വവും കൊണ്ട് അടയാളപ്പെടുത്തിയ ഒരു സ്ഥലത്ത് ദൃശ്യമായ നാശത്തിനപ്പുറം നിലനിൽക്കുന്ന വിശ്വാസത്തിന്റെ നിഗൂഢതയെയും ശക്തിയെയും കുറിച്ച് ചിന്തിക്കാൻ ഈ കണ്ടെത്തൽ പലരെയും പ്രചോദിപ്പിക്കുന്നു. പ്രാദേശിക സമൂഹത്തിനും ലോകമെമ്പാടുമുള്ള വിശ്വാസികൾക്കും ഇതൊരു വാർത്തയേക്കാൾ കൂടുതൽ ഒരു ഓർമ്മപ്പെടുത്തലാണ്. ഏതൊരു ദുഷ്കരമായ സമയങ്ങളിൽ പോലും ക്രിസ്തു എപ്പോഴും സന്നിഹിതനും കാത്തിരിക്കുന്നവനും വിശ്വസ്തനുമാണെന്നുള്ള ഓർമ്മപ്പെടുത്തൽ. ചർച്ച് ഡെസ്ക്, ഷെഖേന ന്യൂസ്.